യു എയിൽ കാലുകുത്തിയ പിന്നെ ഏറ്റവും ടഫായിട്ടുള്ളൊരു സംഭവമാണ് ഡോക്യുമെൻറ്റേഷൻ. ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുമ്പം എമിറേറ്റ്സ് ID, ബാങ്ക് അക്കൗണ്ട്, ക്രെഡിറ്റ് കാർഡ്, ഇൻഷുറൻസ്, അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഡ്രൈവിംഗ് ലൈസൻസ്. എല്ലാ ഡോക്യുമെൻറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് പാർട്ടിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഓഫീസിൽ ഫ്രണ്ട്സായ പഹയന്മാരൊക്കെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ അവസാന ഡോക്യുമെൻ്റായ ഡ്രൈവിംഗ് ലൈസൻസും കിട്ടിയ ശേഷം മാത്രമേ പാർട്ടി തരൂ എന്നുള്ളൊരു വാശിയിലും കൂടിയായിരുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിൽ കിട്ടി. എൻ്റെ ഒരു ട്രീറ്റ് കൊടുക്കുന്നതിന് ഭാഗമായിട്ടുള്ള മീൻ വാങ്ങലാണ് നീ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു അടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട്. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല കറി ഉണ്ടാക്കി തരും, ഫ്രൈയും ഫിഷ് ഫ്രൈയും റൈസൊക്കെ ഉണ്ടാക്കി തരും. അപ്പോൾ അതിൻ്റെ ഒരു പർച്ചേസിങ്ങിലാണ്. സിറിയക്കാരനായ ഒമർ ആയിരുന്നു പാർട്ടിയുടെ ഓർഗനൈസർ. രാവിലെ തന്നെ മൂപ്പരെയും കൂട്ടിയിട്ട് മീൻ വാങ്ങാൻ പോയി. ചെമ്മീൻ, ഞണ്ട്, മൂസ എന്ന് പറയുന്നൊരു മീൻ. അങ്ങനെ മീനൊക്കെ വാങ്ങിയിട്ട് നേരെ കട്ടിങ് ആൻഡ് ക്ലീനിങ്ങിന് കൊടുത്തു. ഈ ഫ്യൂജറ മീൻ മാർക്കറ്റിൽ ഒരു പ്രത്യേക ഒരു സെക്ഷൻ തന്നെ കട്ടിങ് ആൻഡ് ക്ലീനിങ്ങിന് വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിന് തൊട്ടടുത്തുള്ള ഗ്രിൽ ബേക്ക് എന്നുള്ള റെസ്റ്റോറൻറ്റിലാണ് അത് നമ്മൾ കൊണ്ടുപോയി കൊടുത്തിട്ടുള്ളത്. ഈ മീൻ വെട്ടിക്കഴുകി ക്ലീൻ ചെയ്തിട്ട് ചില സെലക്റ്റഡ് റെസ്റ്റോറൻറ്റിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരത് പാകം ചെയ്ത് ഉണ്ടാക്കി തരും. അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ഓഫീസിൽ പോയി. ലഞ്ച് ടൈം ഏകദേശം 1 മണിയാകുന്ന സമയത്ത് നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ യുദ്ധം തുടങ്ങാറായി. നമ്മളെല്ലാം ഇറങ്ങിക്കഴിഞ്ഞു. ഒരു 7 പേരുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ഒരു യുദ്ധത്തിനോടുള്ള ഒരുക്കത്തോടെയാണ് നമ്മൾ തിരിച്ചെത്തിയത്. എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്ത ഞണ്ടും അതേപോലെ തന്നെ ഗ്രില്ല് ചെയ്ത ചെമ്മീനും മൂസ എന്ന് പറയുന്ന മീനും മന്തി റൈസും ബിരിയാണി റൈസും അയ്യോ ഒരാഘോഷമായിരുന്നു. മീനിനെ കൊണ്ടുള്ള ആഘോഷം. യുദ്ധം കഴിഞ്ഞില്ല, യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലരും തോറ്റ് പിന്മാറിയെങ്കിലും ഞാനും അമർ വിട്ടുകൊടുത്തില്ല കേട്ടോ. അവസാനം വരെ നിന്ന് പോരാടി. അപ്പൊ യുദ്ധം കഴിഞ്ഞിട്ട് എല്ലാവരും മടങ്ങലായിട്ടോ. നേരെ റൂമിൽ പോയി കിടന്നുറങ്ങാനി. അയ്യോ, തിന്ന് ക്ഷീണിച്ച് ഏകദേശം 3 മണിയാകുമ്പോഴാണ് ഗ്രിൽ ബേക്കിൽ നിന്ന് ഇറങ്ങിയത് നമ്മൾ. ഇനി ഒരു 2 മണിക്കൂർ കൂടി ഓഫീസിൽ ചിലവഴിച്ചിട്ട് നേരെ റൂമിൽ പോയി കിടന്നുറങ്ങണം.